ഓണമൊക്കെ കളറായി. ഉത്രാടപ്പാച്ചിലിൻ്റെ അന്ന് കാലുകുത്താൻ സ്ഥലമില്ലാത്ത സ്ഥലമായിരുന്നു SM സ്ട്രീറ്റ്. എന്നാൽ വസ്ത്രവ്യാപാര രംഗത്തൊക്കെ ഉണർവുണ്ടായോ? കച്ചവടം പൊടിപൊടിച്ചോ? നമുക്ക് SM സ്ട്രീറ്റിലെ വ്യാപാരികളോട് തന്നെ ചോദിക്കാം. ഇതിപ്പോൾ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഓണത്തിൻ്റെ കച്ചവടം? ലാസ്റ്റ് 3 days 4 days നല്ല ഒമ്പത് സെയിലായിരുന്നു. അത് ലോക്കൽ കസ്റ്റമേഴ്സും പോരാത്തത് പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സും കൂടെ ഉണ്ടായിരുന്നു പ്രാവശ്യത്തെ. നന്നായിട്ട് കച്ചവടം ചെയ്തതിൻ്റെ ഒരു ചിരിയാണോ അത്? അതെ, സാറ്റിസ്ഫൈഡ് ആണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ട് അതിനോട് സന്തോഷം തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല കച്ചവടം, നല്ല ആളാണ്. ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും നിൽക്കാൻ പറ്റാത്ത ആളായിരുന്നു. ആൾക്കാർ മഴയത്ത് ഇറങ്ങി കച്ചവടം ചെയ്തു, അടിപൊളിയാക്കി. ഓണൊക്കെ ഉഷാറായി, ഗംഭീരാക്കി. ഓണ സമയത്ത് ഓഫറുകളൊക്കെ അങ്ങനെ വിളിച്ചു പറയുന്നത് കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ കച്ചവടം? കഴിഞ്ഞ വർഷത്തിനെക്കാട്ടും അടിപൊളി സെയിലായിരുന്നു പ്രാവശ്യം. പ്രതീക്ഷിച്ചതിനെക്കാട്ടും സെയിൽ കൂടുതലാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇവിടുത്തെ കച്ചവടക്കാർ നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ തിരക്ക്. പ്രത്യേകിച്ച് ഓണ സമയത്തൊക്കെ കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുണ്ടോ? സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒന്നുമില്ല. ആൾക്കാർ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് ടൈം ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഭേദപ്പെട്ട രീതിയിൽ ശമ്പളം കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ബോണസായിട്ടും ശമ്പളമായിട്ടും നമുക്കും അവർക്കൊക്കെ സന്തോഷം. മനസ്സ് നിറഞ്ഞൊരു ഓണം. കച്ചവടമായിരുന്നു. അപ്പം മറ്റേ ഒരു ഞായറാഴ്ച ഗംഭീര മഴ പെയ്തിട്ട് ആ മഴത്ത് പോലും ഇവിടെ ആളായിരുന്നു. പമ്പം കച്ചവടം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ അടിപൊളി ഓണം. ഹാപ്പി ഓണം. കോഴിക്കോട് മിഠായി തെരുവിലും വഴിയോര കച്ചവടങ്ങളിലുമെല്ലാം ഭേദപ്പെട്ട കച്ചവടം തന്നെയാണ് ഈ ഓണത്തിന് നടന്നിട്ടുള്ളത്. എന്നാൽ കോഴിക്കോട്ടെ മാളുകളിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥ? അവിടെയും ഈ ഓണത്തിന് കച്ചവടം പൊടിപൊടിച്ചോ? ഒത്തിരി പേർക്ക് ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സിന് നമുക്ക് മാളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇത്തവണ. അതേപോലെ തന്നെ ഒത്തിരി നല്ല സിനിമകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഫാമിലി ക്രൗഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത്തവണ ഉണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആണല്ലോ, നമുക്കൊരു എൻ്റയർ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് മാൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡും വന്നു. നല്ല ഹാപ്പി ആയിട്ടുള്ള സെയിലാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ആയിട്ടുള്ള ഒരു 7 days ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു. സെയിൽ നല്ലോണം നടക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് കാണാൻ വരുന്ന ആൾക്കാരാണ് തന്നെ അവർ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് കിട്ടുകയാണ്. അവർ വരുന്നു, നമ്മുടെ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണുന്നു, സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു. ഓൾമോസ്റ്റ് നമ്മളൊരു 26% ഗ്രോത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു ഓണമായിരുന്നു. മാളുടെ നല്ല ഇവൻറ്റ്സും അതെല്ലായതുകൊണ്ട് കുറേ ആൾക്കാർ വരാൻ തുടങ്ങി. അതെല്ലാം നമുക്ക് നല്ല ഇതായിട്ടാണ് വന്നത്. ലാസ്റ്റ് വെച്ച് നോക്കാൻ നമുക്ക് ഏകദേശം ഒരു 10 to 15% ഗ്രോത്ത് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്താണ്ട് കുറച്ചുകൂടി കൂടുതൽ ഫുട്ഫോൾ, അതായത് വാക്കിൻസ് കുറച്ചുകൂടി കൂടുതലായിരുന്നു. അതേപോലെ തന്നെ എല്ലാ സ്റ്റോറിലും ഓണത്തിനായിട്ടുള്ള പ്രത്യേക കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം 1 ലക്ഷം വീതം 10 ദിവസം വടംവലി, പിന്നെ സെലിബ്രിറ്റി ബാൻഡ് പെർഫോമൻസ്, പൂക്കള മത്സരം, കേരളീയം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നു. അതൊക്കെ ക്രൗഡിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടപ്പെട്ട കച്ചവടമൊക്കെ കോഴിക്കോട്ടെ വ്യാപാരികൾ ഈ ഓണത്തിന് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് SM സ്ട്രീറ്റിലായാലും കോഴിക്കോട്ടെ വലിയ വലിയ മാളുകളിലായാലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഈ ഓണത്തിന് ഹാപ്പിയാണ്. വ്യാസ്പിറാമിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.